ശരീരം മൊത്തം മറയുന്നതാണ് ഒരു സ്ത്രീയുടെ എങ്കിൽ അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അല്പവസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയപ്പോൾ ആദ്യമേ എല്ലാവരും ഇത് മോശമാണെന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അത് അംഗീകാരമായി. ഇന്നതൊരു സ്വാഭാവികമായ കാര്യമായി മാറി. ഇതൊരു വലിയ സത്യമാണ്. പണ്ടൊക്കെ വൃദ്ധ സ്ത്രീകൾ ചാടിക്കും, ഇങ്ങനെ കേട് നീ എന്ത് കവന്ന് കിടക്കുന്നതെന്ന് ചോദിക്കും. സഞ്ജയൻ സർ, മനുഷ്യരുടെ സ്വഭാവങ്ങൾ, ഓരോ സ്വഭാവ സവിശേഷതയും പലർക്കും പല സവിശേഷതകളുള്ള ആളുകളാണ്. അപ്പം അതൊക്കെ ഈ ഗ്രഹങ്ങളും ഇതിൻ്റെ നക്ഷത്രങ്ങളും ഇതൊക്കെ സ്വാധീനിച്ചിട്ടായിരിക്കുമോ അങ്ങനെ വരിക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ വ്യക്തിത്വം നോക്കുമ്പോൾ ആന്തരിക വ്യക്തിത്വവും ബാഹ്യ വ്യക്തിത്വം ഉണ്ട്. ബാഹ്യ വ്യക്തിത്വം നോക്കി കാണുന്നവർ ആന്തരിക വ്യക്തിത്വം നോക്കി കാണുന്നില്ല, ആന്തരിക വ്യക്തിത്വം നോക്കി കാണുന്നവർ ബാഹ്യ വ്യക്തിത്വം നോക്കി കാണുന്നില്ല. രണ്ടുപേരൊക്കെ നമ്മൾ നോക്കണം, അറിയണം. ഇപ്പം രൂപഭംഗിക്കും വലിയ ശരീരത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ നോക്കി കാണുന്നവരുണ്ട്. അവർക്ക് അതേ മാനിക്കാൻ മനസ്സ് വരത്തുള്ളൂ. ഒരാളുടെ ആന്തരിക വ്യക്തിത്വം, പണ്ട് ഏതോ ഒരു പറയുന്ന ഒരു സംഭവമുണ്ട്. ഏതോ ഒരു അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, മഹാത്മാഗാന്ധിക്കാണോ പ്രേം നസീറിനാണോ പേഴ്സണാലിറ്റി എന്ന് ചോദിച്ചപ്പം ഒരു കുട്ടി ചോദിച്ചു ബാക്കിയുള്ളവരെല്ലാം പ്രേം നസീറിനാണെന്നും, അക്കാലത്ത് 70കളിൽ ഒരു കുട്ടി മാത്രം മഹാത്മാഗാന്ധിക്കാണെന്നും പറഞ്ഞത്. ഇപ്പം രൂപത്തിൽ പ്രാധാന്യം, വ്യക്തിത്വ പ്രാധാന്യം രൂപത്തിൽ കാണുന്നവരും വ്യക്തിത്വ പ്രാധാന്യം ആന്തരിക ഭാവത്തിൽ കാണുന്നവരും ഒക്കെ ഉണ്ട്. സാധ്യത എത്രമാത്രം ഉണ്ട് എന്നൊക്കെയുള്ളതിന് അതിന് തന്നെ പിന്നെ പല ഗ്രേഡാണ്, പല ശൈലികളും ഉപശൈലികളും ഒക്കെ ഉണ്ട് ഈ വ്യക്തിത്വത്തിൻ്റെ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ പറഞ്ഞ പോലെ ഞാൻ ബോധവികാസത്തിനാണ് പ്രാധാന്യം, ബാക്കിയൊന്നും എൻ്റെ തലയിൽ വരില്ല. ഒരു വ്യക്തി എത്രമാത്രം സൂക്ഷ്മമായി സംസാരിച്ചു, പെരുമാറി, പ്രവർത്തിച്ചു, അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് എനിക്ക് അവരോട് ആരാധന വരും. ഇപ്പോൾ 9 ദിവസത്തിനുള്ളിൽ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞ് റോക്കറ്റിൽ കയറിയിട്ട് 9 മാസമായപ്പോഴല്ലേ സുനിത വില്യംസ് വന്നു. അപ്പോൾ എനിക്ക് അതിലെൻ്റെ കണ്ണ് തുറന്നു. അയ്യോ, ഒരു സ്ത്രീ ഇത്രയും മാസം, ഒരു സ്ത്രീയെ, പുരുഷനുമല്ല, സാറിന് ഒരു സ്ത്രീക്ക് ഒന്നും സങ്കല്പിക്കാനേ ആവില്ല. ശൂന്യതയിൽ ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് എന്താ ഉറപ്പ്? ഇത്രയും മാസം ഒരു കോട്ടം തട്ടാതെ, ആരോഗ്യം നശിക്കാതെ, ശരീരം ക്ഷീണിക്കാതെ, മനസ്സ് ആദ്യം പിടിച്ച് ഒന്നുകിൽ അതിനകത്ത് കിടന്ന് മരിച്ചേനെ, വേറെ വല്ലവരുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ഇതാണ് എന്നെപ്പോലുള്ളവരെ അളവുകോലാക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയി ഇടിച്ച് നിൽക്കുന്നത് പോലുമല്ല. ഈ സ്ക്രൂ മുറുക്കിയ ടോയ് കാർ പോലെ ഓടിക്കൊണ്ടേയിരിക്കുക, എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ, അനന്തതയിലേക്ക്, അതിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്കുള്ള യാത്ര. അതാണ് ഏറ്റവും രസകരമായ ആ ഒരു പ്രവചനാതീതമായ സാഹസികമായ ജീവിതം. അത് രസകരം. പക്ഷെ നമ്മൾ അല്ലാതെ എല്ലാവരും നോക്കുന്നത് എങ്ങനെയാണ്? രൂപഭംഗിയുണ്ടോ, ശബ്ദഭംഗിയുണ്ടോ, ധനപരമായ ഉയർച്ചയുണ്ടോ, ആഡംബര വസ്തുക്കളുണ്ടോ, പദവികളുണ്ടോ? പദവി നോക്കി മാത്രം വ്യക്തിത്വം കാണുന്നവരുമുണ്ട്. അത് പദവി ഉണ്ടാക്കാൻ ഒരു പക്ഷേ ബുദ്ധിപരമായ നീക്കങ്ങളാവാം, കഴിവ് കൊണ്ട് തന്നെ നേടാം. ഇപ്പം എവിടെയും നോക്കൂ, കഴിവുള്ള, ഇപ്പം സംഗീതം തന്നെ, നമ്മൾ സംഗീതം തന്നെ എടുക്കാം. സംഗീത സമഗ്രതയുള്ളവർ പലപ്പോഴും ശോഭിക്കുന്നില്ല. സമഗ്രത എന്ന് പറയുന്ന ഒത്തിരി അർത്ഥമുണ്ട്. ശോഭിക്കുന്നു കുറച്ചൊക്കെ എന്നേ ഉള്ളൂ. സംഗീത സമഗ്രത, ഇപ്പം കർണാടക സംഗീത കച്ചേരികൾ നടക്കുമ്പോൾ അതിലെ സമഗ്രത, ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി നടക്കുമ്പോഴുള്ള സമഗ്രത, ഇത് വെച്ച് നോക്കുമ്പോൾ സമഗ്രമായ കച്ചേരിക്കാർ വലിയ പോലെ ശോഭിക്കുന്നില്ല. എത്രമാത്രം ആ രാഗത്തെ വിസ്തരിച്ചു കൊണ്ടുപോയി അത്ഭുതകരമായ ഒരു ലോകത്തിൽ എത്തിക്കാമെന്ന് അറിയുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് കുറേയൊക്കെ അറിയാൻ, കുറേ ഭംഗിയാണ്, ഒത്തിരി ഭംഗിയാണ്, ഒത്തിരിയേറെ ഭംഗിയാണ്, ഇങ്ങനെയുള്ളവരെല്ലാം ശോഭിക്കുന്നുണ്ട്. പക്ഷേ അതുല്യത, സമഗ്രത എന്നുള്ളവരാരും തന്നെ എന്തുകൊണ്ടാണ് ഈ ശോഭിക്കാതെ പോകുന്നതെന്ന് അറിയാതെ പോകും. എൻ്റെ മനസ്സിലൊരു ഒരു 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 ചിന്തയാണത്, എന്താണ് ഈ സംഭവിക്കുന്നത്. അതുപോലെ അഭിനയ രംഗത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ, അല്ലെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അധ്യാപന വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ശേഷിയുള്ളവർ അധ്യാപകരെ ആകുന്നില്ല, അല്ലെങ്കിൽ ട്യൂഷനും ഒക്കെ എടുത്തങ്ങ് തീരും. ഇങ്ങനെ എല്ലാ മേഖലകളിലും യഥാർത്ഥത്തിൽ അവർക്കറിയാവുന്ന വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഒട്ടനവധി വിഷയങ്ങളിലോ സമഗ്രമായ സംഭാവന കൊടുക്കാൻ ശേഷിയുള്ളവർ, അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരുന്നവർ സാമൂഹിക അംഗീകാരം നേടാതെ പോകുന്നുണ്ട്. അപ്പോൾ ജനത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടി വരുന്നത്. ഇവിടെ ഇതൊക്കെ വെച്ച് വേണം നമ്മൾ ഈ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയൊക്കെ അളക്കാൻ. ഇപ്പം മുമ്പ് ഇടക്കാലത്ത് ശരീരം മൊത്തം മറയുന്നതാണ് ഒരു സ്ത്രീയുടെ എങ്കിൽ അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അല്പവസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയപ്പോൾ ആദ്യമേ എല്ലാവരും ഇത് മോശമാണെന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അത് അംഗീകാരമായി. ഇന്നതൊരു
സ്വാഭാവികമായ കാര്യമായി മാറി. സമൂഹത്തിൽ മൊത്തം ആളുകളും അല്പവസ്ത്രധാരികളായി പുരുഷനും സ്ത്രീയും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല എന്നായി. അതിനെയൊക്കെ അംഗീകരിക്കുക, അതിനെന്ത് തെറ്റ് എന്നിപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതും കളയാൻ തുടങ്ങും. അപ്പോൾ ആദ്യമേയൊക്കെ കുറേ പേര് എതിർക്കും, പിന്നെ അതും കളഞ്ഞു നടക്കുന്നതിനെ നമ്മൾ അംഗീകരിക്കും. ഇതെന്താ തെറ്റ്? കണ്ടില്ലേ, ഇപ്പം പണ്ട് പറയും പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, കൗമാരം കഴിഞ്ഞ് അല്ലെങ്കിൽ മാസമുറ ആരംഭിച്ച പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുക, അവരുടെ കുചാഗ്രഹങ്ങൾ അമങ്ങരുത്, അമർന്നു കഴിഞ്ഞാൽ അവരിൽ ലൈംഗിക ആഗ്രഹങ്ങൾ ജനിക്കും, അതുകൊണ്ട് കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്, പഠിക്കേണ്ട ബുദ്ധി പോയിട്ട് അവൾ വേറെ വരും. ഇപ്പം എല്ലാവരും പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുകയല്ലേ. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നു, അച്ഛൻ മകളെ കെട്ടിപ്പിടിക്കുന്നു, മറ്റേ ആങ്ങളയോടും അച്ഛനോട് നേരത്തെ പറയും ഇനിയിപ്പം അല്ലെങ്കിൽ മോൾ ഇനി അച്ഛൻ്റെ ആങ്ങളയുടെ എടുക്കുന്നൊക്കെ ഇന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണം. എന്നുവെച്ചാൽ പുരുഷൻ്റെ ഗന്ധം സ്ത്രീയുടെ മൂക്കിലെത്തുകയും അവളെ അമിതമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും കമന്ന് കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കമിഴ്ന്ന് കിടക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവളുടെ ഈ ലൈംഗിക ഉത്തേജനം ആരംഭിക്കും. അത് പാടില്ല. ഇപ്പം പറയുന്ന ആളുകൾ എന്താ തെറ്റ്? അപ്പോൾ നമ്മളും പറയും തെറ്റല്ല, അതേ നമുക്കും ശോഭിക്കാനുള്ള ഒരു വഴിയുള്ളൂ. ഇതൊരു വലിയ സത്യമാണ്. പണ്ടൊക്കെ വൃദ്ധ സ്ത്രീകൾ ചാടിക്കും, ഇങ്ങനെ നീ എന്ത് കവന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ട് കുട്ടികൾക്കെല്ലാം ആസക്തി വരികയും നടക്കുക. അപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണെന്നുള്ളത് ചിന്തിക്കാൻ ആർക്കും മനസ്സില്ല. അപ്പോൾ മയക്കുമരുന്നിനെ കുറ്റം പറയുന്നു, അല്ലെ സ്കൂളിനെ കുറ്റം പറയുന്നു, മൊബൈലിനെ കുറ്റം പറയുന്നു, സിനിമകളെ കുറ്റം പറയുന്നു, മൊബൈൽ കാണുന്ന പോൺ സൈറ്റിനെ കുറിച്ച് കുറ്റം. ഇതൊന്നുമല്ല സംഭവം. അവൾ പോയി കവന്ന് കിടക്കുന്ന വിഷയം, അല്ലെ അവളെ കെട്ടിപ്പിടിക്കുന്നതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കത്തില്ല. ഇനി ഏതെങ്കിലും സായിപ്പ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണരുമെന്ന് ഒരു തിസീസൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇപ്പോൾ അതിന് കുറേ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ഇട്ട് അംഗീകരിച്ചെന്നിരിക്കും. ഇതിപ്പോൾ നമ്മൾ പറയില്ല, നമ്മളോട് ഏറ്റവും അടുപ്പുള്ളവരോട് പറയും ഇത് പാടില്ല, നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കുന്നു. അല്ലാത്തവരോട് പറയും ഇതൊരു തെറ്റുമല്ല, നിങ്ങൾ എന്താണെന്ന് ചെയ്യും. ഇത് പറഞ്ഞാലേ നമ്മൾ സാമൂഹികമായി അബദ്ധപ്പെടും. അപ്പോൾ നാടൊടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളൊരു സിദ്ധാന്തം നമ്മൾ പലപ്പോഴും സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഇവർക്ക് ജന്മസിദ്ധമായി പൂർവ്വജന്മവാസന അനുസരിച്ച് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ ജീവിതം പോകണമെന്നും ഉണ്ടാകും. അപ്പം പിന്നെ അതങ്ങനെ പോട്ടെ. സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ടോക്സിക് മൈൻഡ്, അതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ഗ്രഹനില സ്വാധീനിച്ചിട്ടായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും സ്കിസോഫ്രീനിയ, ഈ മതം പഠിക്കുന്നവർ സ്കിസോഫ്രീനിയകൾ മതം പഠിക്കുന്ന വലിയ പ്രശ്നമാണ്. പിന്നെ ആ മതത്തിന് വേണ്ടി ആളുകളെ കൊല്ലാൻ തുടങ്ങും, ഭ്രാന്ത് പിടിക്കും. ഏത് മതമാണെങ്കിലും വലിയൊരു അപകടമാണ്. പിന്നെ അതിനകത്തെ പോയിന്റ്സും കൂടെ അതിന് ഉപോദ്ബലകമായിട്ട് വരുമെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആളുകളെയൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ ഒരാളിനെ അംഗീകരിച്ചാൽ ആ അംഗീകരിച്ചതിനെ ഹാലോ എഫക്റ്റിലേക്ക് പോകുന്ന ഒരു സ്കിസോഫ്രീനിയയ്ക്കൊരു ഒരു ഭാഗമാണ് അത്. എന്നുവെച്ചാൽ നമ്മൾ അംഗീകരിക്കുന്നവരെ അവർ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റല്ല. മനസ്സിലായില്ലേ? എൻ്റെ സംഘടന, എൻ്റെ പ്രസ്ഥാനം, ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് അവരൊന്നും തെറ്റ് ചെയ്യത്തില്ല, എൻ്റെ ദേശക്കാർ തെറ്റ് ചെയ്യത്തില്ല, ഇങ്ങനെയൊക്കെ ധരിക്കും. ഇതെല്ലാം ശക്തമായ നിലപാടില്ല. ചന്ദ്രനെയും ചൊവ്വയൊക്കെ കൂടെ നമ്മൾ എടുത്തിട്ട് സംസാരിക്കണം. ചന്ദ്രനെയും ചൊവ്വയ്ക്കും അത് ചന്ദ്രൻ ചൊവ്വ രാഹുവിന് ഇത് പ്രാധാന്യം കൊടുത്ത് നോക്കുമ്പോൾ ഈ വാസനകളൊക്കെ അറിയാം കിടക്കുന്നത്. ഈ കണ്ണിന്റെ താളമൊക്കെ കണ്ട് നമ്മൾ പഠിക്കാൻ നോക്കണം ഒത്തിരി. ഒരു ജ്യോത്സ്യൻ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഈ സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ല അറിയാനൊക്കെ ഇല്ല ഇതൊന്നും. അതെ, അപ്പൊ അതിന് നമുക്ക് ജ്യോതിഷപരമായിട്ടൊരു കണ്ടെത്താനൊക്കും. ഈ കുട്ടിക്ക് ഈ സ്വഭാവമുണ്ട്, പരിഹാരമുണ്ട്. അതിന് മാന്ത്രികത്തിലുള്ള നമ്മൾ മുൻകാല ജ്യോത്സ്യന്മാർ ചെയ്തിരുന്ന മാന്ത്രിക പദ്ധതികളിലൂടെ പരിഹരിക്കാനൊക്കും. അതിന് ഭയപ്പെടുത്തുന്നുണ്ട്. ചില പൂജകൾ ഭയപ്പെടുത്തും. വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുന്ന മാന്ത്രികങ്ങളൊക്കെ ഉണ്ട്. പൊക്കുമ്പോഴത്തേന് ഇവന്റെ ഇതങ്ങ് വിട്ടുമാറും. പിന്നെ അഗ്നിക്ക് നടുക്ക് ചുറ്റും തീ കൂട്ടിയിട്ടൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വാളോങ്ങുക, വെട്ടത്തില്ല, വെട്ടാൻ വന്നു, പെട്ടെന്ന് തെള്ളിപ്പൊടിയൊക്കെ ഇട്ട് തീ കാണിക്കുക, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കൃത്രിമമായിട്ട് നമ്മൾ ഈ ചുണ്ണാമ്പും മഞ്ഞളും ഒക്കെ ഒഴിച്ചിട്ട് രക്തം പോലെ ഉണ്ടാക്കി, അരത്തം എന്നൊക്കെ പറയും, അതുണ്ടാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് ഭ്രമിപ്പിക്കുക. അവന് ഏതാണോ ഭ്രമാത്മകമാകുന്ന കാര്യങ്ങൾ അതിനെ കൂടുതൽ ആളിക്കത്തിക്കാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ട് അതില്ലാതാക്കാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ ഇരുട്ടിനെ കൂട്ടുപിടിക്കുക എന്നൊരു സംഭവമില്ല. നമ്മൾ ഈ സിനിമ കൊട്ടയിൽ സിനിമ തുടങ്ങിയതിന് ശേഷം സിനിമ കാണാൻ കയറുമ്പോൾ നമ്മൾ തപ്പി നമുക്കൊന്നും കാണാൻ വയ്യ. ആരുടെയെങ്കിലും സീറ്റ് മടിയിലൊക്കെ പോയിരിക്കും, അവർ പിടിച്ച് ഒഴിഞ്ഞ കസേരയിലെത്തും. കുറേ കഴിയുമ്പോൾ നമുക്ക് സീറ്റെല്ലാം കാണാം. നമുക്ക് ഇരുട്ടിനെ കൂട്ടുപിടിക്കുക. കുറേ നേരം കഴിഞ്ഞപ്പം ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞത് തന്നെ. അപ്പം നമുക്ക് കാണാം ഇതുപോലെ പലരും തപ്പി വന്ന് പലരുടെയും മടിയിരിക്കും നമ്മൾ കാണും. അതുപോലെ തന്നെ
നമ്മൾ ഏത് വിഷയമാണോ നമുക്ക് ഭയങ്കരമായിട്ടുള്ളത് അതിനനുസൃതമായ മാന്ത്രിക പദ്ധതിയിലൂടെ ആ ഒരു ഭാവത്തെ പുറത്ത് കളയാം, സബ്ലിം ചെയ്യാം. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.